Good morning. Good morning, ma'am. Okay. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ്. ക്ലാസ് തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് എന്താണ് എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഓക്കെ സുഷ ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി അല്ലെ. അതിനകത്ത് നമ്മള് എത്തിക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അല്ലെ. ഒരു കോഡ് ഓഫ് ബിഹേവിയർ അഥവാ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആണ് പെരുമാറ്റച്ചട്ടം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? ലീഗൽ ആസ്പെക്ട് മനസ്സിലാക്കി. അപ്പൊ ലോ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു. ഒരു 3 ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തിനാണ് ഈ പറയുന്ന ആ ഒരു ലീഗൽ ആൻഡ് എത്തിക്കൽ സൈറ്റ്സ് മനസ്സിലാക്കണം, ആ ഒരു ലീഗൽ ആൻഡ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിന്റെ ആവശ്യകതകൾ അല്ലെ. അതിന് കുറച്ച് റീസൺസ് ഒക്കെ അവര് പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. പിന്നെ മെഡിക്കോ ലീഗൽ കേസ് അല്ലെ, MLC എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. മെഡിക്കോ ലീഗൽ കേസ് അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടു. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിനകത്ത് കുറച്ച് ആക്ടുകൾ പഠിക്കാനുണ്ട് കേട്ടോ. കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. ജനറൽ ആയിട്ടുള്ള ആക്ടുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടുകൾ പഠിക്കാനുണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉപഭോക്തൃ സംരക്ഷണ നിയമം. അപ്പൊ അങ്ങനെ കുറച്ച് ആക്ടുകളെ കുറിച്ച് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന്റെ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ആക്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിനെ കുറിച്ചാണ് ആക്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓക്കെ. അപ്പൊ കുറച്ച് ബോറിംഗ് ആയിരിക്കും, മുൻകൂട്ടി തന്നെ ഞാൻ പറയാണ്. ഓക്കെ. അപ്പൊ നമുക്കൊന്ന് പതുക്കെ കടക്കാം കേട്ടോ. ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് ആ വർഷങ്ങളൊക്കെ കയറും കേട്ടോ. ഓക്കെ. അപ്പൊ നോക്കൂ, അതിന്റെ ഒരു ഫ്ലോ ചാർട്ട്. ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ചാർട്ട് പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ആക്ടുകളൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് കാണുന്നത് കേട്ടോ. നോക്കൂ, ജനറൽ ആക്ട് പൊതുവായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. ആശുപത്രികൾക്കും ബാധകമാവുന്നത്. ആശുപത്രിക്ക് മാത്രം എന്ന് ഞാൻ പറയില്ല, മറ്റുള്ള എല്ലാത്തിനും ബാധകമാണ്. അതിനകത്ത് ആശുപത്രിയും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ജനറൽ ആക്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ഓർ പ്രൊഫഷണൽ ആക്ട് മീൻസ് ഈ പറയുന്ന പൂർണ്ണമായിട്ടും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. പിന്നെ മിസലേനിയസ് ആക്ടുകളുണ്ട്. പിന്നെ എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ, ഉപഭോക്തൃ സംരക്ഷണ നിയമം. അതിനെ സംബന്ധിച്ചുള്ളതും പഠിക്കാനുണ്ട്. ഓക്കെ. അത് 2 ഉണ്ട്. അത് 2 കൊടുത്തേക്കുന്നല്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ്. എനിക്ക് എന്തൊക്കെ ആക്ടുകൾ ഉണ്ടെന്നുള്ളത് വെറുതെ ഒന്ന് ഒരു സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ. അപ്പൊ നമുക്ക് ആക്ടിലോട്ട് കടക്കാം കേട്ടോ. ആക്ടിലോട്ട് കടക്കാം. നോക്കുക, ദ ലെജിസ്ലേഷൻ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ്. അതായത് ഹോസ്പിറ്റലില് പ്രയോജനപ്പെടുത്താവുന്ന കുറച്ച് നിയമങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ. ആദ്യം നമുക്ക് നിയമങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് മാക്സിമം റിപ്പീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അത്രയും കണ്ട വർഷങ്ങളൊക്കെ കിട്ടും. കാര്യം എന്താ വെച്ചാൽ അതിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, മുൻ വർഷത്തിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ആ ലോ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം ജനറൽ ആക്ട് കേട്ടോ. പൊതുവായിട്ടുള്ള നിയമങ്ങളാണ്. ഫസ്റ്റത്തെ ആക്ട് ഇതാണ്. എന്താണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. എന്താണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. ഏതാണ് വർഷം? 1947. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം കേട്ടോ. 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആണ്.
വ്യാവസായിക തർക്ക നിയമം എന്ന് പറയും കേട്ടോ. വ്യാവസായിക തർക്ക നിയമം. അപ്പൊ ആ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പഠിക്കാനുള്ളത്? രണ്ട് കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. അതായത് ഒരു ഇൻഡസ്ട്രി, വ്യവസായം എന്നൊരു പദത്തിന്റെ കീഴിലാണ് എന്ത് വരുന്നത്? ഹോസ്പിറ്റൽസ് വരുന്നത്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? വ്യവസായം എന്നതല്ല, വ്യവസായം എന്ന പദത്തിന്റെ കീഴിലാണ് എന്ത് വരുന്നത്? ഹോസ്പിറ്റൽസ് വരുന്നത്. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് when the number of employees greater than 50. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് when the number of employees greater than 50. അതായത് ഒരു ജീവനക്കാരുടെ എണ്ണം 50-ൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോ, ഈ പറയുന്ന ആക്ട് അപ്ലിക്കബിൾ ആണ്. മനസ്സിലായി? ഇത് എന്താ പറയുക, ആക്ട് അപ്ലിക്കബിൾ ആവണമെങ്കിൽ അവിടെ ജീവനക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 50-ൽ കൂടുതലായിരിക്കണം. മനസ്സിലായല്ലോ? പിന്നെ ഓർത്താൽ മതി, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആണ് അല്ലെ, തർക്കം. കുറച്ച് തർക്കമൊക്കെ നടക്കണമെങ്കിൽ കുറച്ച് അധികം ആൾക്കാരൊക്കെ ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ മതി. ഏകദേശം ഒരു 50-ൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കണം കേട്ടോ. വെറുതെ പറഞ്ഞാണ്, കണക്ട് ചെയ്യാൻ വേണ്ടിട്ട്, ഓർക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ കേട്ടോ. അതായത് ജീവനക്കാരുടെ എണ്ണം 50-ൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഒരു ആക്ട് അപ്ലിക്കബിൾ ആണ്. ഓക്കെ. അപ്പൊ 2 പോയിന്റ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? വ്യവസായം എന്ന പദത്തിന്റെ കീഴിലാണ് ഹോസ്പിറ്റൽസ് വരുന്നത്. ഈ ഒരു ആക്ട് എപ്പോഴാണ് ബാധകമാകുന്നത്? ജീവനക്കാരുടെ എണ്ണം 50-ൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ആക്ട് അപ്ലിക്കബിൾ ആണ്. മനസ്സിലായല്ലോ? പിന്നെന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ലക്ഷ്യങ്ങളുമായിട്ട് വന്ന ഒരു നിയമമാണിത്? ഓക്കെ. ഒന്നാമത്തെ എന്താണ്? സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. അതായത് ഈ വ്യാവസായികമായിട്ടുള്ള സമാധാനവും ഐക്യവും ഒക്കെ സുരക്ഷിതമാക്കുക. വ്യാവസായിക സമാധാനവും ഐക്യവും സുരക്ഷിതമാക്കുക. അതാണ് ഒന്നാമത്തെ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കങ്ങളാണ് കേട്ടോ. സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, അതായത് വ്യാവസായികമായിട്ടുള്ള തർക്കങ്ങൾക്കൊക്കെ പരിഹാരം കാണുക. ഈ 2 ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. അങ്ങനെ തന്നെ വർഷം തന്നെ ചേർത്ത് പറഞ്ഞ് പഠിക്കാം കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, വ്യാവസായിക തർക്ക നിയമം 1947, 1947. എന്തൊക്കെ പോയിന്റാണ് നമ്മൾ പറഞ്ഞത്? വ്യവസായം എന്ന പദത്തിന്റെ കീഴിലാണ് ഹോസ്പിറ്റൽ വരുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ആക്ട് അപ്ലിക്കബിൾ ആവുന്നത് 50 ജീവനക്കാരുടെ എണ്ണം 50-ൽ കൂടുതലാണെങ്കിൽ ഈ ഒരു ആക്ട് നമുക്ക് അപ്ലിക്കബിൾ ആണ്. ഇനി ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്താണ് പറഞ്ഞത്? 2 ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ആക്ടിനുള്ളത്. ഒന്നെന്താണ്? സെക്യൂർ ദി ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. അതായത് വ്യാവസായിക സമാധാനവും ഐക്യവും ഉറപ്പാക്കുക, സുരക്ഷിതമാക്കുക. ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ? ഒത്തിരിയേറെ ജീവനക്കാർ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കിടയിൽ വ്യാവസായിക സമാധാനവും അതുപോലെ തന്നെ എന്താണ്? ഐക്യവും ഉറപ്പാക്കുക. മനസ്സിലായത്? ജീവനക്കാര് മാത്രമല്ല, അവർക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിലുടമകളും ഉണ്ടായിരിക്കും അല്ലെ? ഫാക്ടറികൾക്ക് തൊഴിലുടമകളും ഉണ്ടാവും, ജീവനക്കാരും ഉണ്ടായിരിക്കും. അപ്പൊ അവര് തമ്മിൽ എന്താണ്? ഒരിക്കലും ഒരു ഡിസ്പ്യൂട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അവര് തമ്മിലൊരു തർക്കങ്ങൾ വരാതിരിക്കാനായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി, വ്യാവസായിക സമാധാനവും ഐക്യവും ഉറപ്പാക്കുക, സുരക്ഷിതമാക്കുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. വ്യാവസായിക തർക്കങ്ങൾക്ക് പരിഹാരം കാണുക അല്ലെ? വ്യാവസായിക തർക്കങ്ങൾക്ക് പരിഹാരം കാണുക. അതുപോലെ വ്യാവസായിക സമാധാനവും ഐക്യവും ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് വന്നൊരു നിയമമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ക്ലിയർ ആണല്ലോ? കാര്യം എന്തുകൊണ്ട് ഈ നിയമം ഇവിടെ നമ്മൾ പറഞ്ഞത്? കാര്യം വ്യവസായം എന്ന പദത്തിന്റെ കീഴിലാണ് ആശുപത്രി വരുന്നത്. ഈ ഒരു നിയമം ആർക്കും ബാധകമാണ്? ആശുപത്രിക്കും ബാധകമാണ്. മനസ്സിലായല്ലോ? ഓക്കെ. രണ്ടാമത്തതാണ്, അത്രയേ ഉള്ളൂ. ഓരോ ലോയും ഒരുപാട് ഡീപ്പായിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് 1-2 പോയിന്റ്സുകൾ, നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന പോയിന്റ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഈസി ആയിട്ട് പഠിക്കാം നമുക്ക്. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? മിനിമം വേജസ് ആക്ട് ആണ് കേട്ടോ, 1948. മിനിമം വേജസ് ആക്ട് എന്താണ്? മിനിമം വേതന നിയമം. മിനിമം വേതന നിയമം ഏതാണ് വർഷം? 1948 കേട്ടോ. നെക്സ്റ്റ് ഇയർ 1948. എന്താണ് അതിൽ പറയുന്നത്? ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. മിനിമം വേജസ് ഫിക്സഡ് ഫോർ ദ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം കേട്ടോ. അടുത്തത് വേറൊരു ആക്ട് ആണ്,
അതിലേക്ക് കയറി വന്നു എന്ന് മാത്രം, പ്രിന്റ് ചെയ്തപ്പോൾ അതിലേക്ക് കയറി വന്നതാണ് കേട്ടോ. ഇവിടെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യുക. ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രമേ പറയുന്നുള്ളൂ. മിനിമം വേജസ് ഫിക്സഡ് ഫോർ ദ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്. അതായത് വിവിധ ഗ്രൂപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമാണ് കേട്ടോ. വിവിധ ഗ്രൂപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനവുമായിട്ട് ബന്ധപ്പെട്ട നിയമം ഏതാണ്? പേരിൽ തന്നെ നമുക്ക് കിട്ടും, മിനിമം വേജസ് ആക്ട്. കാര്യം ഓരോ ഗ്രൂപ്പിലെ പെട്ട തൊഴിലാളികൾക്കും മിനിമം ഇത്ര വേതനമെങ്കിലും കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവർ എന്ത് ചെയ്യരുത്? തൊഴിലുടമകൾ അങ്ങനെ ഒരു ജോലി അവിടെ എടുപ്പിക്കാനായിട്ട് പാടില്ല. മനസ്സിലായോ? വിവിധ ഗ്രൂപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനം ഇത്രയെങ്കിലും മിനിമം വേതനം തൊഴിലാളികൾക്ക് കൊടുത്തിരിക്കണം. മനസ്സിലായോ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന നിയമങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ജീവനക്കാരുടെ സംരക്ഷണവും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. അത് മനസ്സിലാക്കി വെക്കാം. വിവിധ ഗ്രൂപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനവുമായിട്ട് ബന്ധപ്പെട്ട നിയമം ഏതാണെന്ന് വെച്ചാൽ മിനിമം വേജസ് ആക്ട് 1948. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്ര എഴുത്ത് പഠിക്കാൻ. ഇനി മൂന്നാമത്തെ ആക്ട് എന്താണ്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, PF എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? അത് തന്നെ PF ആക്ട് ആണ് കേട്ടോ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 കേട്ടോ. 1952 എന്ത് വന്നത്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് നിലവിൽ വന്നത്. എന്തിനാണ് നമ്മൾ പറയുന്നത് കേട്ടില്ലേ? PF. ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. അത് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ ഉണ്ടാവുമല്ലോ, അവർക്കായിട്ടുള്ള എന്താ പറയാ, വളരെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സേവിങ്സ് പദ്ധതിയാണ് ശരിക്കും പറഞ്ഞ PF എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ മാത്രമല്ല, ശരിക്കും പറഞ്ഞൊരു എന്താ പറയാ, റിട്ടയേർഡ് ആനുകൂല്യ പദ്ധതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ലക്ഷറി ആയിട്ടുള്ള ആളുകളെല്ലാം മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ആൾക്കാർക്കും എന്ത് വേണം? ഒരു സേവിങ്സ് വേണം അല്ലെ? അത് ഉദ്ദേശിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഈ പറയുന്ന എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. അതിനകത്ത് ജീവനക്കാരും നിങ്ങൾക്ക് തൊഴിൽ തരുന്ന തൊഴിലുടമകളും എന്ത് ചെയ്യുന്നുണ്ട്? PF-ലേക്ക് സംഭാവന ചെയ്യും. ജീവനക്കാരും കൊടുക്കും, തൊഴിലാളികളും കൊടുക്കും. തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന തൊഴിലുടമകളും എന്താണ്? അതിലേക്ക് സംഭാവന ചെയ്യും. അതാണ് PF എന്ന് പറയുന്നത്. അത് ഈ ഒരു സംഭാവന പോകുന്നത് ഗവൺമെന്റിലോട്ടാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുവാണെങ്കിൽ PF-ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പൈസ പിൻവലിക്കാം. അറിയാലോ PF. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കുക, എംപ്ലോയർ ഈസ് നീഡഡ് to retrieve from its employees at stipulated rates, donate an equal amount as employees' share and credit to the fund regularly with the government. അതായത് ഇവിടെ ജീവനക്കാരും കൊടുക്കുന്നുണ്ട്, ഇതുപോലെ തൊഴിലുടമകളും PF-ലേക്ക് കൊടുക്കുന്നുണ്ട്. രണ്ടു കൂട്ടരും കൊടുക്കുന്നുണ്ട്. ആ ഒരു തുകയാണ് ഇവരുടെ PF ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാല് എംപ്ലോയർ ഈസ് നീഡ്. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആരാണ് എംപ്ലോയർ? തൊഴിലുടമകളാണ്, തൊഴില് ദാതാക്കള്, തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എംപ്ലോയർ എന്ന് പറയുന്നത്. എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജീവനക്കാരാണ് കേട്ടോ, തൊഴിലാളികൾ. വേർഡ്സ് മാറിപ്പോവാതിരിക്കുക. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ തൊഴിലുടമകളാണ്, എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ജീവനക്കാരാണ്. നമുക്കറിയാമല്ലോ. അപ്പൊ എന്താണ്? എംപ്ലോയർ ഈസ് നീഡഡ് ടു റിട്രീവ് ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്സ്. അതായത് എംപ്ലോയീസ് ജീവനക്കാരുടെ ശമ്പളത്തിന്റെ ഒരു നിശ്ചിത തുക എന്താണ്? റിട്രീവ് ചെയ്യുമ്പോൾ, വീണ്ടെടുക്കുമ്പോൾ. ഓക്കെ, ഈ പറയുന്ന എംപ്ലോയർ കേട്ടോ, തൊഴിലുടമകള് ജീവനക്കാരിൽ നിന്ന് അവരുടെ ശമ്പളത്തിന്റെ ഒരു നിശ്ചിത തുക വീണ്ടെടുക്കുന്നതോടൊപ്പം തന്നെ എന്താണ്? ഡൊണേറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ആസ് എംപ്ലോയി ഷെയർ. അതിന് തുല്യമായിട്ടുള്ള തുക ആരും കോൺട്രിബ്യൂട്ട് ചെയ്യാണ്? തൊഴിലുടമകളും PF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതായത് ജീവനക്കാരും PF-ലേക്ക് അവരുടെ ശമ്പളത്തിന്റെ ഒരു നിശ്ചിത തുക കൊടുക്കുമ്പോൾ അവർക്ക് തൊഴിലുടമകളും എന്താണ്? അതേ തുക, അതിന് തുല്യമായ തുക തൊഴിലുടമകളും എങ്ങോട്ട് സംഭാവന ചെയ്യാണ്? PF-ലോട്ട് സംഭാവന ചെയ്യാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് തൊഴിലുടമകള് തൊഴിലാളികളുടെ ശമ്പളത്തിന്റെ ഒരു നിശ്ചിത തുക വീണ്ടെടുക്കുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള തുക ആരും കൊടുക്കുകയാണ്? തൊഴിലുടമകളും അവരുടെ PF-ലേക്ക് ഷെയർ ചെയ്യാണ്, ഫണ്ട് ചെയ്യാണ്. ഓക്കെ, അതാണ് ഡൊണേറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ആസ് എംപ്ലോയീസ് ഷെയർ ആൻഡ് ക്രെഡിറ്റ് ദ ഫണ്ട് റെഗുലർലി വിത്ത് ദ ഗവൺമെന്റ്. ഗവൺമെന്റിലേക്കാണ് അത് ഫണ്ട് ചെയ്യുന്നത്. പിന്നീട് ആവശ്യം വരുന്ന സമയത്ത് ജീവനക്കാർക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് പൈസ പിൻവലിക്കാം. ഇപ്പൊ 1000 രൂപ ശമ്പളം ഉള്ള ഒരു തൊഴിലാളിയാണ്. 1000 രൂപ ശമ്പളം എന്ന് ഞാൻ പറയുന്നത് വേജ് എന്നാണ് കേട്ടോ പറയാം. സാലറി വേറെ, വേജ് വേറെ കേട്ടോ. സാലറി സാധാരണ ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ സാലറി എന്ന ടേം ഉപയോഗിക്കുക. വേജ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത് നമ്മൾ തൊഴിലാളികൾക്ക്, വർക്കേഴ്സിനാണ് കേട്ടോ നമ്മൾ വേജ് എന്ന് പറയുന്ന ആ ഒരു ടേം ഉപയോഗിക്കുക. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓഫീസ് ആളുകളില്ല, അവർക്കൊക്കെയാണ് നമ്മൾ സാലറി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ട് നമ്മുടെ സ്ഥാപനത്തില് ജോലി ചെയ്യുന്ന, ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്ക് സാലറിയും
അവിടെ തുടക്കാൻ വരുന്ന ആൾക്കാർക്ക് നമ്മൾ വേജസ് എന്നാണ് കേട്ടോ പറയാ, വേജ് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ നോക്കാം എന്താ പറഞ്ഞു വന്നത്, ഒരു വർക്കർ അയാൾക്ക് 1000 രൂപ ആണ് കൊടുക്കുന്നത്, 1000 രൂപ വേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ ഒരു പൊതുവെ PF ഒരു നമ്മൾ പറഞ്ഞല്ലോ ശമ്പളത്തിന്റെ ഒരു നിശ്ചിത ശതമാനം, സാധാരണ ഒരു 12% ഒക്കെയാണ് കേട്ടോ പറയാം, 12% സാധാരണ പറയാറ്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ, ഒരാൾക്ക് ഒരു 1000 രൂപ വേജ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 12% എന്ന് പറയുന്നത് 120 രൂപയാണ് അല്ലെ. ആ 120 രൂപ അവര് PF-ലേക്ക് ജീവനക്കാർ കൊടുക്കുമ്പോൾ അതേ 120 രൂപ തന്നെ മുതലാളി, അതായത് തൊഴിലുടമകളും അവരുടെ PF-ലേക്ക് ഫണ്ട് ചെയ്യാണ്. മനസ്സിലായി? അതാണ് ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് PF എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇനി വായിച്ചു നോക്കിയേ. എംപ്ലോയർ ഈസ് നീഡഡ് ടു റിട്രീവ് ഫ്രം ഹിസ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്സ്. അതായത് അവരുടെ ശമ്പളത്തിന്റെ ഒരു നിശ്ചിത തുക എന്താ പറയാ എംപ്ലോയർ വീണ്ടെടുക്കുമ്പോൾ ഡൊണേറ്റ് ആൻഡ് ഈക്വൽ എമൗണ്ട് ആസ് എംപ്ലോയീസ് ഷെയർ, അതിന് തുല്യമായിട്ടുള്ള തുക ആരും ഷെയർ ചെയ്യാണ്, എംപ്ലോയറും ഷെയർ ചെയ്യാണ്, തൊഴിലുടമകളും അതിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ക്രെഡിറ്റ് ദ ഫണ്ട് റെഗുലർലി വിത്ത് ദ ഗവൺമെന്റ്, ഗവൺമെന്റിലേക്കാണ് കേട്ടോ ആ തുക പോകുന്നത്. പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ PF പിൻവലിച്ച ആ പൈസ നമുക്ക് ഇതാക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സാധാരണക്കാർക്കുള്ളൊരു സുരക്ഷാ സേവിങ്സ് പദ്ധതിയാണ് കേട്ടോ. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളുകൾക്കെല്ലാം പ്രധാനമായിട്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ലക്ഷ്യം ചെയ്തുകൊണ്ട് വന്നൊരു നിയമമാണ് കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 20. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഈ ഒരു എന്താ പറയാ ആക്ട് അപ്ലൈ ആവുന്നത് എപ്പോഴാണ്, ജീവനക്കാരുടെ എണ്ണം 20-ൽ കൂടുതലാണെങ്കിൽ നമുക്ക് മിനിമം വേജസ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് അപ്ലിക്കബിൾ ആണ് കേട്ടോ. അതായത് ജീവനക്കാരുടെ എണ്ണം എത്രയിൽ കൂടുതലായിരിക്കണം, 20-ൽ കൂടുതലായിരിക്കണം. ഈ 20-ൽ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ PF ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 20-ൽ കൂടുതലായിരിക്കണം, ഗ്രേറ്റർ ദാൻ 20. അപ്പൊ നേരത്തെ നമ്മളൊരു എണ്ണം പറഞ്ഞപ്പോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ എണ്ണം എത്രയാണ് നമ്മൾ പറഞ്ഞത്, അവിടെ ജീവനക്കാരുടെ എണ്ണം 50-ൽ കൂടുതലായിരിക്കണം. അപ്പൊ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി, കുറെ ആളുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ കൂടുതൽ തർക്കങ്ങളൊക്കെ വരാം. അപ്പൊ അവിടെ ഇത്ര എണ്ണം കൂടുതലായിട്ട് ഇരിക്കട്ടെ, 50 നോർത്താൽ മതി കേട്ടോ. 50-ൽ കൂടുതലാണ് ഡിസ്പ്യൂട്ട്സ് ആക്ട് പറയുന്നത്. ഇത് പറയുന്നത് 20-ൽ കൂടുതലാണ് കേട്ടോ. 20-ൽ കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് നമുക്ക് അപ്ലിക്കബിൾ ആണ് കേട്ടോ, PF അപ്ലിക്കബിൾ ആണ്. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്, നോൺ കംപ്ലൈൻസ് ഈസ് പനിഷബിൾ ബൈ ദ ഇംപ്രിസൺമെന്റ്. അതായത് ഈ ഒരു ആക്ട് അനുസരിക്കാതിരുന്ന, ഈ ഒരു ആക്ട് നടപ്പിലാക്കിയില്ലെങ്കിൽ ഇറ്റ് ഈസ് പനിഷബിൾ ബൈ ഇംപ്രിസൺമെന്റ്, ജയിൽ ശിക്ഷ വരെ ലഭിക്കാം എന്നാണ് പറയുന്നത്. ആര് ചെയ്തില്ലെങ്കിൽ നമ്മൾ എംപ്ലോയറും ഫണ്ട് ചെയ്യണല്ലോ, ജീവനക്കാരൊരു തുക കൊടുക്കുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള തുക ആരും ഷെയർ ചെയ്യണം, നമ്മുടെ എംപ്ലോയർ അതിലേക്ക് ഇടണം. എംപ്ലോയർ എന്ന് പറഞ്ഞ തൊഴിലുടമകൾ അല്ലെ, തൊഴിൽ ദാതാക്കൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ജയിൽ ശിക്ഷയ്ക്ക് വരെ കാരണമാവും. അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. നോൺ കംപ്ലയൻസ് ഈസ് പനിഷബിൾ ബൈ ഇംപ്രിസൺമെന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ അത് ആ ഒരു ആക്ട് നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ, അത് അങ്ങനെ ഒരു ഫണ്ട് ഷെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജയിൽ ശിക്ഷയ്ക്ക് വരെ കാരണമാകും. ക്ലിയർ ആണ്? അത്രയേ ഉള്ളൂ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ പഠിച്ചു വെക്കുക. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 കേട്ടോ, 1952. എണ്ണം ഓർക്കുക, 20-ൽ കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ ഈ പറയുന്ന PF ആക്ട് അപ്ലിക്കബിൾ ആണ്. അനുസരിക്കാത്ത പക്ഷം ജയിൽ ശിക്ഷയ്ക്ക് വരെ കാരണമായേക്കാം. ഓക്കെ, അപ്പൊ 3 ആക്ട് ഒന്നും കൂടെ പറയാനുണ്ട്. അതൊക്കെയായിരുന്നു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, മിനിമം വേജസ് ആക്ട് 1948, അടുത്തത് എന്താ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952, 1952. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965, 1965 പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. ബോണസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, ബോണസ് കിട്ടുക എന്താണ്, നമ്മുടെ അടിസ്ഥാന ശമ്പളത്തിനേക്കാളും കുറച്ചും കൂടെ നൽകുന്ന അധിക വരുമാനം ആണ് നമ്മുടെ ബോണസ് എന്ന് പറയുന്നത്. ബോണസ് ആയിട്ട് കിട്ടിയെന്ന് അറിഞ്ഞില്ലേ, അതൊരു ബോണസ് ആണെന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് സാധാരണ നിശ്ചയിച്ചിട്ടുള്ള ഒരു അടിസ്ഥാന സ്ഥിര വരുമാനത്തിനേക്കാൾ അധികമായിട്ട് കൊടുക്കുന്ന ഒരു വരുമാനം, അതാണ് എന്തെന്ന് പറയുന്നത്, ബോണസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ആക്ട് എവിടെയാണ് അപ്ലിക്കബിൾ, ഇതിന്റെ ഒരു നമ്പറിന്റെ കണക്ക് അവിടെ വരുന്നുണ്ട് കേട്ടോ, അപ്പൊ അത് മാറിപ്പോകരുത്. നോക്കൂ, ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് where the number of employees greater than 40. ജീവനക്കാരുടെ എണ്ണം 40-ൽ കൂടുതലാണെങ്കിൽ ഈ പറയുന്ന ആക്ട് അപ്ലിക്കബിൾ ആണ്. എത്രയാണ് പറഞ്ഞത്, ജീവനക്കാരുടെ എണ്ണം 40. ഓക്കെ, 40-ൽ കൂടുതലാണെങ്കിൽ ഏത് ആക്ട് അപ്ലിക്കബിൾ ആണ്, ബോണസ് ആക്ട് അപ്ലിക്കബിൾ ആണ്. ഇതാണ് വർഷം 1965, 1965. പിന്നെ അടുത്തൊരു പോയിന്റ് അതിനകത്ത് പറയുന്നത് ശ്രദ്ധിക്കുക.
ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ്. ഇതിനകത്ത് ചാരിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസിനെ ഒഴിവാക്കിയിട്ടുള്ളത്. അതായത് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിനെ ഈ പറയുന്ന ബോണസ് ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാര്യം എന്താണ്? അവര് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസുകളാണ് അല്ലെ. ലാഭമല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്താണ്? സർവീസ് ആണ്. ചാരിറ്റബിൾ സർവീസ് ആണ് അവർ ലക്ഷ്യമിടുന്നത്. അതായത് ലാഭമല്ല അവരെ ലക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ബോണസ് ആക്ട് ബാധകമാണ്. അവർക്ക് പിന്നെ അവിടെ ബോണസ് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. കാര്യം എന്താണ്? അവർ ലാഭം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഏതൊരു സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ലാഭം വേണം. ലാഭമില്ലാതെ ഒരു സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ചാരിറ്റബിൾ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസിന്റെ കേസിൽ ലാഭം എന്ന വാക്കല്ല നമ്മൾ ഉപയോഗിക്കുക, സർപ്ലസ് എന്ന് പറയുന്ന വാക്കാണ് കേട്ടോ ഉപയോഗിക്കുക. മിച്ചം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ വാക്കാണ് ഏറ്റവും അവിടെ അനുയോജ്യമായിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ലാഭം എന്ന വാക്കിനല്ല കൂടുതൽ പ്രസക്തി, സർപ്ലസ് എന്ന് പറയുന്ന വാക്കിനാണ് കേട്ടോ ഇമ്പോർട്ടൻസ്. മിച്ചം എന്ന് പറയില്ലേ, അപ്പൊ അവിടെ മിച്ചം വരുന്നത് എന്ന് പറയുന്ന അവരുടെ സർവീസിന് വേണ്ടി തന്നെയാണ് അവിടെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണ്ട? ഈ പറയുന്ന ബോണസ് ആക്ട് അവിടെ ബാധകമാണ്. അവിടുത്തെ ജീവനക്കാർക്ക് ബോണസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം തൊഴിലുടമകൾക്ക് പ്രോഫിറ്റ് ഉണ്ടായാലാണ് അവർക്ക് ജീവനക്കാർക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ? ബോണസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇവിടെ നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ പോലെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിന് അവിടെ ലാഭം അവർ ലക്ഷ്യമിടുന്നില്ല, സർവീസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ ഈ പറയുന്ന ബോണസ് ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓർത്ത് വെക്കാം, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 ആണ്. എന്താണ് അവിടെ പറയുന്നത്? 40 ജീവനക്കാരുടെ എണ്ണം 40-ൽ കൂടുതലാണെങ്കിൽ ഈ പറയുന്ന പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് അപ്ലിക്കബിൾ ആണ്. അത് മാത്രമല്ല, എപ്പോഴും നോട്ട് ചെയ്ത് വെക്കാം, ചാരിറ്റബിൾ അല്ലെങ്കിൽ നോട്ട് പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസിൽ അപേക്ഷയില്ലാതെ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന എന്താ പറയുക ചാരിറ്റബിൾ നോട്ട് പ്രോഫിറ്റബിൾ ഹോസ്പിറ്റലിനെ ഈ പറയുന്ന നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കും. നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, താഴെ പറയുന്നതിൽ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഏതാണ്? ഏത് ഹോസ്പിറ്റലാണ്? ചാരിറ്റബിൾ ആൻഡ് നോട്ട് പ്രോഫിറ്റബിൾ ഹോസ്പിറ്റലിന് ഈ പറയുന്ന നിയമം ബാധകമല്ല. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? 1965 കേട്ടോ. അപ്പൊ നമ്മള് അവിടെയും എണ്ണം പറയുന്നുണ്ട് കേട്ടോ, 40 ജീവനക്കാരുടെ എണ്ണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്തതാണ് എന്ത്? പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഇത് ഓർത്തു വെക്കാൻ ഇത് പറഞ്ഞു തരാട്ടോ. ഞാൻ ഓർത്തു വെക്കാനായിട്ട് ഇത് പറഞ്ഞു തരാം. നമുക്ക് ലാസ്റ്റ് പറയാം, ആക്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടോ. നോക്കുക, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് അഥവാ 1972 കേട്ടോ. 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കേട്ടോ. ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. നമ്മൾ പറയില്ലേ ഗ്രാറ്റുവിറ്റി കിട്ടിയെന്ന് പറയില്ലേ. ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മൾ ഈ പിരിച്ചു വിടുമ്പോഴൊക്കെ കൊടുക്കുന്ന ഒരു സൗജന്യ വേതനമാണ് ശരിക്കും അത്, അല്ലെങ്കിൽ ഒരു പാരിതോഷികം, ഒരു ഉപഹാരം, സമ്മാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഗ്രാറ്റുവിറ്റി കൊടുക്കാന്ന് പറയും അല്ലെ. സാധാരണ തൊഴിലാളികൾ ആ ഒരു വർക്കൊക്കെ അവസാനിപ്പിച്ച് പിരിച്ചു വിടുന്ന സമയത്ത് അതൊരു പാരിതോഷികം പോലെ സൗജന്യമായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു വേതനമാണ് കേട്ടോ ഗ്രാറ്റുവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? Gratuity is payable to employees at 15 days pay for every completed year of service at the time of his or her superannuation or death. അതായത് ഓരോ ജീവനക്കാരും അവര് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർഷങ്ങൾക്ക് അനുസൃതമായിട്ട് 15 ദിവസത്തെ വേതനം ഗ്രാറ്റുവിറ്റി ആയിട്ട് നൽകണമെന്നാണ് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഗ്രാറ്റുവിറ്റി പേയബിൾ ടു എംപ്ലോയീസ്, അതായത് ജീവനക്കാർക്ക് അവര് ജോലി പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും ജീവനക്കാർക്ക് അവര് ജോലി പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തിന്റെ വേതനം പൂർത്തിയാക്കിയ ഓരോ വർഷത്തിനുമാണ് കേട്ടോ 15 ദിവസത്തെ വേതനം അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കണം. അത് ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു, പിരിച്ചു വിടുന്ന സമയത്തോ അല്ലെ അങ്ങനെയുള്ള സമയത്തൊക്കെ കൊടുക്കുന്നതാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാള് 10 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഓരോ വർഷത്തിലും കംപ്ലീറ്റ് ആക്കിയ ഓരോ വർഷത്തിലും 15 ദിവസത്തെ വേതനം. കംപ്ലീറ്റ് ആക്കിയ ആദ്യത്തെ ഒരു വർഷം അതില് 15 ദിവസത്തെ വേതനം, രണ്ടാമത്തെ വർഷം അതിലൊരു 15 ദിവസത്തെ വേതനം, മൂന്നാമത്തെ വർഷം അതിലൊരു 15 ദിവസത്തെ വേതനം. അങ്ങനെ ടോട്ടൽ എത്ര വർഷം അയാൾ വർക്ക് ചെയ്തോ അതാണ് പറഞ്ഞ ജീവനക്കാര് അവര് പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനം ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുത്തിരിക്കണം. കേട്ടല്ലോ? അതാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇവിടെ എണ്ണം പറയുന്നുണ്ട്, എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 10, അതായത് എംപ്ലോയീസിന്റെ ജീവനക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 10-ൽ കൂടുതലാണെങ്കിൽ എന്ത് കൊടുക്കണം? പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുത്തിരിക്കണം.
മനസ്സിലായല്ലോ? അപ്പൊ നോക്കൂ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിന്റെ എണ്ണം പറഞ്ഞത് 50, ജീവനക്കാരുടെ എണ്ണം 50 കൂടുതലാണ്. ഇവിടുത്തെ ഓർക്കാട്ട് 50 പേരൊക്കെ ആകുമ്പോൾ എണ്ണം കൂടുന്ന തർക്കം കൂടുന്ന ഓർത്താൽ മതി, ഡിസ്പ്യൂട്ട് കൂടുന്ന ഓർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഈ പറയുന്ന ഏതായിരുന്നു? PF ആക്ട് അല്ലെ? PF ആക്ട് അല്ലേ പിന്നെ പറഞ്ഞേ? അത് എത്രയായിരുന്നു? 20 കൂടുതലുണ്ടായി അല്ലെ? ജീവനക്കാരുടെ എണ്ണം 20 കൂടുതലാണെങ്കിൽ. ഇനി ബോണസ് ആക്ട് എപ്പോഴാണ്? ജീവനക്കാരുടെ എണ്ണം 40 കൂടുതലാണെങ്കിൽ കേട്ടോ. ഏതാണ്? 40 കൂടുതലാണെങ്കിൽ. ഓക്കെ. പിന്നെ ഗ്രാറ്റുവിറ്റി ആക്ട് എത്രയാണ്? ജീവനക്കാരുടെ എണ്ണം 10 കൂടുതലാണെങ്കിൽ കേട്ടോ. ജീവനക്കാരുടെ എണ്ണം 10 കൂടുതലാണെങ്കിൽ ഈ പറയുന്ന ആക്ട് നമുക്ക് അപ്ലിക്കബിൾ ആണ്. മാറിപ്പോകരുത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ. പിന്നെന്താണ് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു 5-year സർവീസ് 5-year സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. അതായത് മിനിമം ഒരു 5 വർഷം സേവനം പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് ഗ്രാറ്റുവിറ്റി ഈ പറയുന്ന അപേക്ഷ കൊടുക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. ഈ പറയുന്ന എന്താ പറയുക, വേതനം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മിനിമം 5 വർഷമെങ്കിലും നമ്മൾ സേവനം അനുഷ്ഠിക്കണം. അപ്പൊ മിനിമം 5 വർഷം എന്താ പറയുക സേവനം ചെയ്തിട്ടുള്ള, സർവീസ് പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന വേതനത്തിന് വേണ്ടി, ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം എന്നാണ് പറയുന്നത്. 5 വർഷമെങ്കിലും വർക്ക് ചെയ്യുന്നത്, എന്നാൽ മാത്രമേ ഗ്രാറ്റുവിറ്റിക്ക് അർഹനാവുന്നുള്ളൂ കേട്ടോ. അതേസമയം 1 year ഇൻ കേസ് ഓഫ് ഡെത്ത് കേസിലാണെങ്കിൽ 1 year നോക്കിയാൽ മതി. കാരണം ഡെത്ത് സംഭവിച്ചാൽ പിന്നെ 5 വർഷമൊന്നും അവർക്ക് വർക്ക് ചെയ്യാനുള്ള ആയുസ് ഉണ്ടായിട്ടില്ല. 1 വർഷമാണ് അവർ ജീവിച്ചതെങ്കിൽ പിന്നീട് അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ 1 വർഷത്തെ കണക്കാക്കി കൊടുത്താൽ മതി കേട്ടോ. അത്രയാണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിനകത്ത് പറയുന്നത്. അപ്പൊ 1972 ആണ് നമ്മൾ ഓർക്കുക. അതായത് ജീവനക്കാർ അവർ പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനം എന്തായിട്ട് കൊടുക്കണം? ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കണം. സാധാരണ നമ്മൾ പിരിച്ചു വിടുമ്പോഴോ മരണം സംഭവിക്കുമ്പോഴോ ഒക്കെ കൊടുക്കുന്ന ഒരു സൗജന്യ വേതനമാണ്, ഒരു പാരിതോഷികം, ഒരു ഉപഹാരം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് കേട്ടോ. എംപ്ലോയീസിന്റെ എണ്ണം 10 കൂടുതലാണെങ്കിൽ ഈ പറയുന്ന ആക്ട് നമുക്ക് അപ്ലിക്കബിൾ ആണ്. പിന്നെ പറഞ്ഞത് 5 വർഷം സേവനം പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. പിന്നെന്താണ്? മരണ കേസാണെങ്കിൽ, ഡെത്ത് കേസാണെങ്കിൽ 1 year നോക്കിയാൽ മതി. കാരണം ഒരു വർഷം വർക്ക് ചെയ്തു പിന്നാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 5 വർഷവും നമുക്ക് അവിടെ അപ്ലിക്കബിൾ അല്ല അല്ലെ. മരണ കേസാണെങ്കിൽ 1 വർഷത്തെ നോക്കിയിട്ട് ആ 1 വർഷത്തെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 15 ദിവസത്തെ വേതനം അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുത്തിരിക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോ ഈ ആ ആക്ട് നമ്മുടെ കഴിയും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ആണ് കേട്ടോ. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 ആണ്. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, വേതന നിയമം കേട്ടോ. നേരത്തെ പറഞ്ഞത് മിനിമം വേജസ് ആക്ട് ആണ് കേട്ടോ. മിനിമം വേജസ് ആക്ട് ആണ്, അതിത് മാറിപ്പോകരുത്. ഇത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ആണ് കേട്ടോ, വേതന നിയമമാണ്. ഏതാണ് വർഷം? 1936 കേട്ടോ. 1936. അതിനകത്ത് എന്താണ് പറയുന്നത്? ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്, അതായത് എല്ലാ വിശദാംശങ്ങളും കാണിക്കുന്ന വേതന പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസിന് നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു വേതനം കിട്ടണം. സുരക്ഷിതമായിട്ടുള്ളൊരു വേതനം അവർക്ക് സമയത്ത് കിട്ടണം. ഫെയർ ആയിട്ടുള്ള വേജസ് ആയിരിക്കണം. അതായത് അവർക്ക് എന്താ പറയാ അവരുടെ ആ ഒരു വർക്കിന് എന്താ പറയാ തുല്യമായിട്ടുള്ള അർഹമായിട്ടുള്ള വേതനം അവർക്ക് കൊടുക്കണം. അതാണ് ഫെയർ വേജസ് കൊടുക്കണം, ടൈമിൽ കൊടുക്കണം, കറക്റ്റ് സമയത്ത് കൊടുക്കണം. ഈ പറയുന്ന തൊഴിലാളികളുടെ ഒരു സുരക്ഷിതത്വവുമായിട്ട്, സാമ്പത്തിക സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നിയമമാണെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്, എല്ലാ വിശദാംശങ്ങളും കാണിക്കുന്ന വേജ് സ്റ്റേറ്റ്മെന്റ്സുകളാണ് കേട്ടോ. പിന്നെന്താണ്? വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. അത് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ, അതൊരു ഫാക്ട് ആണ്. വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. അതായത് മാസത്തില് ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ എന്ത് കൊടുത്തിരിക്കണം? വേജസ് കൊടുത്തിരിക്കണം കേട്ടോ. അത് ഈ ആക്ട് പ്രകാരം മുന്നോട്ട് കൊണ്ടുവന്നൊരു കാര്യമാണ്. ഇതിന്റെ മാസത്തില് ആദ്യത്തെ 7 ദിവസത്തിന്, അപ്പൊ ചോദിക്കാൻ നിങ്ങളോട്, മാസത്തില് എത്ര ദിവസത്തിനുള്ളിലാണ് വേജസ് ആക്ട് പ്രകാരം വേജ് കൊടുക്കേണ്ടത്? എത്ര ദിവസത്തിനുള്ളിലാണ്? 7 ദിവസത്തിനുള്ളിൽ എന്ത് കൊടുത്തിരിക്കണം? ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം കേട്ടോ, വേജസ് കൊടുത്തിരിക്കണം. ഓക്കെ, അത് ഈ നിയമപ്രകാരം കൊണ്ടുവന്നത്. ചിലരൊക്കെ ഈ ശമ്പളം വേജസ് ഒക്കെ കൊടുക്കാതെ കുറെ എന്താ പറയാ ദിവസങ്ങളോളൊക്കെ നീട്ടി കൊണ്ടുപോവാ, അങ്ങനെയൊക്കെ ചെയ്യുന്ന കേസുകളൊക്കെ വരാറുണ്ടല്ലോ. അപ്പൊ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാസത്തിൽ ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ വേജസ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ആക്ട് പ്രകാരം മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വർഷം ഏതാണ്? 1936. ഓക്കെ,
അടുത്തത് വരുന്നത് ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ചിലപ്പോ കുറച്ച് ബോറടി ഒക്കെ ഉണ്ടാവും കേട്ടോ. സാരമില്ല, അത് പഠിക്കണം കേട്ടോ. കാരണം ഇതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തത് നോക്കാം കേട്ടോ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ് കേട്ടോ. എംപ്ലോയീസ് ലാസ്റ്റ് ഞാനൊരു സൂത്രപ്പണി പറഞ്ഞത് പഠിക്കാനായിട്ട്. സൂത്രപ്പണി എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്റേതായ രീതിയിൽ നിങ്ങൾക്ക് ഓർക്കാനൊരു എന്തെങ്കിലും ഒരു ഇത് അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം കിട്ടും അത്. ഓക്കെ, നോക്കുക. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 കേട്ടോ. 1948 എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. നിങ്ങൾ ESI എന്നൊക്കെ കേട്ടിട്ടില്ലേ? ESI ഹോസ്പിറ്റൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹോസ്പിറ്റൽ അല്ല, ESI കേട്ടോ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ്. വർഷം എന്നാണ്? 1948 കേട്ടോ. 1948. എന്താണ് ആ ഒരു ആക്ടിനെ പറ്റി അറിയുന്നത്? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നോക്കൂ, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. അതായത് സാമൂഹികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ്. അതായത് തൊഴിലാളികൾക്ക് സാമ്പത്തിക ഭദ്രതയും പിന്നെ എന്താണ് സാമൂഹിക സുരക്ഷയും ഉറപ്പ് നൽകുന്ന ഒരു നിയമമാണ് കേട്ടോ. തൊഴിലാളികൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും അതുപോലെ തന്നെ എന്താണ് സുരക്ഷ അല്ലെ, ഈ പറയുന്ന സാമൂഹിക സുരക്ഷയും ഒക്കെ ഉറപ്പാക്കുന്ന ഒരു ആക്ട് ആണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. 1948. ഓക്കെ, അതിനിപ്പോ ഒരു സാലറി സ്കെയിൽ ഉണ്ട് കേട്ടോ. എനിക്കൊരു മാസം എത്രയോ 15,000 രൂപ വരെ ഉള്ളവർക്ക് എന്തോ ആണ് കിട്ടുള്ളൂ കേട്ടോ. ESI എന്തോ കിട്ടുള്ളൂ. ESI ആശുപത്രികളിലൊക്കെ സേവനം കിട്ടുള്ളൂ കേട്ടോ. നോക്കുക, അതിനെ കുറിച്ച് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് to the industrial employees as a precaution against sickness, maternity and employment related injury. അതായത് ഇത് വന്നിട്ട് വ്യാവസായിക തൊഴിലാളികൾക്ക് ഇപ്പൊ അസുഖം വരാം, അല്ലെങ്കിൽ പ്രസവം, സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ പ്രസവം, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇഞ്ചുറി, അത് തൊഴിൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പരിക്ക്, അതിൽ നിന്നൊക്കെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ, ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ എന്താണ് ഇൻഡസ്ട്രിയൽ എംപ്ലോയീസിന്, വ്യാവസായിക തൊഴിലാളികൾക്ക് കൊടുക്കുന്ന എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ളതും മെഡിക്കൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ആണ് കേട്ടോ. സാമ്പത്തികമായിട്ടും മെഡിക്കൽ ആയിട്ടും കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കേട്ടോ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഒത്തിരി എംപ്ലോയീസ് ഉണ്ടാവും. അവർക്ക് സ്ത്രീകളാണെങ്കിൽ അവർക്ക് പ്രസവം വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം, അസുഖങ്ങൾ വരാം. ഈ പറയുന്ന അസുഖം, പ്രസവം, പിന്നെ തൊഴിൽ സംബന്ധമായിട്ട് വല്ല പരിക്കുകള്, അവിടെ എന്തെങ്കിലും ജോലിക്കിടയിൽ എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മുൻകരുതൽ, ഇതൊക്കെ നമ്മൾ കണക്കാക്കണം. ഓക്കെ, അതിനൊക്കെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ വ്യാവസായിക തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയാ മെഡിക്കലായിട്ടും ഈ പറയുന്ന ഫിനാൻഷ്യൽ ആയിട്ടും സാമ്പത്തികമായിട്ടും മെഡിക്കലായിട്ടും കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഏത് ആക്ട് ആണെന്ന് ചോദിക്കും കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. കാരണം അവർക്ക് ഒരു ഇൻഷുറൻസ് കൊടുക്കുന്ന പോലെ ഇൻഷുറൻസ് കൊടുക്കാൻ അല്ലെ. പിന്നെന്താണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂട്ട് 4% ഓഫ് ദ ടോട്ടൽ വേജ് ബില്ല്. എംപ്ലോയർ എന്ന് പറഞ്ഞ ആരാണ്? തൊഴിലുടമകളാണ് കേട്ടോ. തൊഴിലുടമകൾ, മുതലാളിമാരൊക്കെയാണ് കേട്ടോ എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂട്ട് 4% ഓഫ് ദ ടോട്ടൽ വേജ് ബില്ല്. അപ്പൊ മൊത്തം വേജ് ബില്ലിന്റെ ഒരു 4% ആര് കോൺട്രിബ്യൂട്ട് ചെയ്യും? എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യും. മനസ്സിലായോ? തൊഴിലുടമകള് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മൊത്തം വേജ് ബില്ലിന്റെ ഒരു 4% കേട്ടോ, 4% അവര് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, പിന്നെന്താണ് ESI is not applicable if the hospitals are providing complete and free treatments to employees and dependents. ഇപ്പോ ഈ പറയുന്ന ജീവനക്കാർക്കും അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്കും പൂർണ്ണമായിട്ടും ഒരു സുരക്ഷിതത്വം ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ബാധകമല്ല? ESI പിന്നെ ബാധകമല്ല. ശരിക്കും നമ്മൾ ESI എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ ഒരു ആനുകൂല്യമാണ് കേട്ടോ. മെഡിക്കൽ നമ്മൾ പറയും ESI ഹോസ്പിറ്റലിൽ പോവാം, മെഡിക്കൽ ആനുകൂല്യമാണ്. അപ്പൊ അതേസമയം ഹോസ്പിറ്റലുകാര് പൂർണ്ണമായിട്ടുള്ള പരിരക്ഷ അവിടുത്തെ ജീവനക്കാർക്കും അവരുടെ ആശ്രിതർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ESIയുടെ ആവശ്യം അവിടെ വരുന്നില്ല. കാരണം ഹോസ്പിറ്റൽ ഇത് ശരിക്കും ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ് കേട്ടോ. മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ്, ഒരു മെഡിക്കൽ ആക്ട് ആണ് ESI എന്ന് പറയുന്നത്. ESI ഹോസ്പിറ്റൽ എന്ന് ഓർത്താൽ മതി. അപ്പൊ ഹോസ്പിറ്റൽ പൂർണ്ണമായിട്ടും അവരുടെ ജീവനക്കാർക്കും അവിടുത്തെ ജീവനക്കാർക്കും അവരുടെ ആശ്രിതർക്കും പൂർണ്ണമായിട്ട് ആരോഗ്യ പരിരക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നൊരു ESIയുടെ ആവശ്യം അവർക്ക് വരുന്നില്ല അല്ലെ. പിന്നൊരു ESI അവിടെ കൊടുക്കേണ്ടി വരുന്നില്ല. അതാണ് അവിടെ പറയുന്നത് ESI is not applicable
if the hospitals are providing complete and free treatments to employees and dependents. എംപ്ലോയീസിനും അവരുടെ ആശ്രിതർക്കും പൂർണ്ണമായിട്ടുള്ള എന്താ പറയാ ഈ പറയുന്ന പരിരക്ഷയും സൗജന്യ ട്രീറ്റ്മെന്റ് അല്ലെ, സൗജന്യ ട്രീറ്റ്മെന്റ് പൈസ ഒരു മേടിക്കുന്നില്ല, സൗജന്യ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന്റെ ആവശ്യം വരുന്നില്ല, ESI പിന്നെ അവിടെ അപ്ലിക്കബിൾ അല്ല കേട്ടോ. പിന്നെ പറയുന്നത് ഇറ്റ് ഇസ് എ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ് കേട്ടോ. മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ് എന്ത്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. ESI ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോകും, അതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ്. എന്തൊക്കെ പോയിന്റാണ് നമ്മൾ പറഞ്ഞത്, അത് തൊഴിലാളികളുടെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ സാമൂഹിക എന്താ പറയാ സുരക്ഷയും ഉറപ്പുവരുത്തുന്ന ഒരു ആക്ട് ആണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. അത് വ്യാവസായിക തൊഴിലാളികൾക്ക് അസുഖം, പ്രസവം അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പരിക്കുകൾ എന്നിവയ്ക്കെതിരെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ കൊടുക്കുന്ന ഒരു സാമ്പത്തികമായിട്ടും മെഡിക്കലായിട്ടും കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. ഓക്കെ, പിന്നെ മാത്രമല്ല അതിലെ എംപ്ലോയർ തൊഴിലുടമകൾ ഒരു മൊത്തം വേതന ബില്ലിന്റെ ഒരു 4% തൊഴിലുടമകളാണ് ഇതിലേക്ക് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഹോസ്പിറ്റൽസ് ഈ പറയുന്ന സമ്പൂർണ്ണമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷയും സൗജന്യ സേവനവും അവിടുത്തെ ജീവനക്കാർക്കും ആശ്രിതർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ESI അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ESIയുടെ ആവശ്യം വരുന്നില്ല. പിന്നെ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട്, ഇതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ്. മനസ്സിലായല്ലോ, അതാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട് ആണ്, അതിന് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നതുകൊണ്ടും ഹോസ്പിറ്റലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ഇത്. ഇവിടെ വരെ നമ്മൾ കണ്ടത് ഏകദേശം ഒരു ജനറൽ ആക്ടുകളാണ് കേട്ടോ. ജനറൽ ആക്ടുകളാണ് നമ്മൾ പൊതുവായിട്ട് ഇതിനകത്ത് കണ്ടത് കേട്ടോ. ഇനി നോക്കാം, ഹോസ്പിറ്റലുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ചില ആക്ടുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിനകത്ത് വരുന്നതാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 കേട്ടോ. 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്താണ്, ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ രൂപീകൃതമാവാനായിട്ട് കാരണമായിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 കേട്ടോ. 1933 എന്താണ് ആ ആക്ടിന്റെ പ്രത്യേകത? ലേസ് ഡൗൺ ദ കോഡ് ഓഫ് എത്തിക്സ് ഫോർ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് കൺട്രോൾസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. അതായത് ഈ പറയുന്ന മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കുള്ള ധാർമ്മിക കോഡ് അല്ലെ, എത്തിക്സ് കോഡും അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കായിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സും മെഡിക്കൽ എഡ്യൂക്കേഷൻ അല്ലെ, ഈ പറയുന്ന മെഡിക്കൽ വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതിനുമായിട്ട് കൊണ്ടുവന്ന ഒരു ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സംശയിക്കാതെ പറയാം, അത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ് 1933. ഓക്കെ, പിന്നെന്താണ്, സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ആക്ട് have the same function in their respective state. ഇത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ് പറയുന്നത്. അതുപോലെ ഇതേ ആക്ടിന്റെ കീഴിൽ വന്നതാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ആക്ട്, അതായത് സംസ്ഥാനത്ത് ബാധകമാവുന്നത് കേട്ടോ. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഇതിനനുസരിച്ച് ഈ ഒരു ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വന്നിട്ട് ഇതേ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത് എവിടെ, ഓരോ സ്റ്റേറ്റിലും. ഓക്കെ, ഓരോ സ്റ്റേറ്റിലും ഓരോ സംസ്ഥാനങ്ങളിലും ഇതേ ഫംഗ്ഷൻസ് ചെയ്യുന്നത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ആണ്. അത് രൂപീകൃതമായതും ഈ ഒരു ആക്ട് പ്രകാരമാണ് കേട്ടോ. 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരം എന്താണ്, മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കായിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സും മെഡിക്കൽ വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതിനുമായിട്ട് കൊണ്ടുവന്ന ആക്ട് ആണ്. ഈ ഒരു ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഉണ്ട്. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അതത് സ്റ്റേറ്റുകളിൽ ഇതേ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അതത് സ്റ്റേറ്റുകളിൽ ഇതേ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് പറയുന്നത്, റെക്കഗ്നീഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ IMC. IMC എന്താണ്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുന്നോട്ട്. എന്നൊക്കെ ഓരോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. റെക്കഗ്നീഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ IMC. അതായത് ഈ പറയുന്ന ടീച്ചിങ് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, ടീച്ചിങ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ, മെഡിക്കൽ കോളേജ്. കാരണം അവിടെ എന്താണ്, അവിടെ പഠനം നടക്കുന്നുണ്ട് അല്ലെ, ഡോക്ടറാവാൻ പഠിക്കുന്നവരുണ്ട്, അവിടെ നഴ്സുമാരുണ്ട്, അവർ പഠിപ്പിക്കുന്നുണ്ട് അവിടെ അല്ലെ. അപ്പൊ ടീച്ചിങ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളൊക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകളുടെ ടീച്ചിങ് ഹോസ്പിറ്റലുകളുടെ ഒക്കെ അംഗീകാരം ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ് അംഗീകരിക്കുന്നത് കേട്ടോ. റെക്കഗ്നീഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ IMC, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. ക്ലിയർ ആയല്ലോ, അതാണ് 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. മെഡിക്കൽ കൗൺസിൽ പോലെ
ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് വർഷം എന്താണ് 1947 കേട്ടോ, 1947 ആണ്. അതെന്താണ്? ഇപ്പൊ നഴ്സുമാരുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അല്ലെ. ജസ്റ്റ് അത് മാത്രം മനസ്സിലാക്കി വെക്കാം. ഇറ്റ് ഫോർമുലേറ്റ് ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ്. അതായത് ഈ നഴ്സുമാരുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള എല്ലാവിധ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളും ആവശ്യകതകളും രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. അപ്പൊ നഴ്സിംഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് നഴ്സിംഗ് കൗൺസിൽ ആക്ട് ആണെന്നുള്ളത്. വർഷം പഠിച്ചു വെക്കാം കേട്ടോ. 1947 നഴ്സുമാരുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളും ആവശ്യകതകളൊക്കെ എന്താണ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനുള്ള മാനദണ്ഡങ്ങളൊക്കെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തതാണ് എന്ത്? ഫാർമസി ആക്ട് കേട്ടോ. ഇതാണ് ഫാർമസി ആക്ട് 1948. ഫാർമസി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പൊ അതിലെന്താ പറയുന്നത്? ഫാർമസി ആക്ടിനകത്ത് വർഷം 1948. നോക്കൂ, ഇറ്റ് ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോർസ് ആൻഡ് പ്രൊഫഷൻസ് ഓഫ് ദ ഫാർമസിസ്റ്റ്. അതായത് ഈ പറയുന്ന ഫാർമസി, ഡ്രഗ് സ്റ്റോർ, മെഡിക്കൽ സ്റ്റോർ ഒക്കെ ഉണ്ടല്ലോ, ഡ്രഗ് സ്റ്റോർ, അതുപോലെ തന്നെ ഫാർമസിസ്റ്റുകളുടെ തൊഴിൽ, അവരുടെ ആ ഒരു പ്രൊഫഷൻ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നിയമമാണ് ഫാർമസി ആക്ട്. മനസ്സിലായല്ലോ? ഫാർമസി പറയുന്ന മെഡിക്കൽ സ്റ്റോർ, ദാറ്റ് മീൻസ് ഡ്രഗ് സ്റ്റോർ, പിന്നെ ഈ പറയുന്ന ഫാർമസിസ്റ്റുകളുടെ പ്രൊഫഷൻ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് ഫാർമസി ആക്ട്. പേരിൽ തന്നെ കിട്ടും നമുക്ക് 1948 ആണ് കേട്ടോ. ഇനി നോക്കൂ, എ ഹോസ്പിറ്റൽ ഹാസ് ടു അറ്റെയിൻ എ ഡ്രഗ് ലൈസൻസ് ഇഫ് ഇറ്റ് സെൽസ് ഡ്രഗ്സ് അക്രോസ് ദ കൗണ്ടർ. അതാണ് എ ഹോസ്പിറ്റൽ ഹാസ് ടു അറ്റെയിൻ എ ഡ്രഗ് ലൈസൻസ് ഇഫ് ഇറ്റ് സെൽസ് ഡ്രഗ്സ് അക്രോസ് ദ കൗണ്ടർ. ആ കൗണ്ടർ ഉടനീളം അവർ ഡ്രഗ്സ് സെല്ല് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ ഒരു ഹോസ്പിറ്റലിന് ഡ്രഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. അത് പറയുന്നത് ഈ ഒരു ആക്ട് പ്രകാരം. വെറുതെ ഒരാൾക്ക് അങ്ങനെ മരുന്ന് വിതരണം ചെയ്യാൻ പറ്റില്ല. ഫാർമസി ആക്ട് 1948 പ്രകാരം ഹോസ്പിറ്റലിന് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? മരുന്ന് സെല് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ ഡ്രഗ്സ്. അത് വേറൊരു ഫാക്ട് ആണ്. അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ മരുന്ന് വിതരണം ചെയ്യാനുള്ള അധികാരമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾ മാത്രമേ മരുന്ന് വിതരണം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് പറയുന്ന നിയമം ഏതാണ്? അത് ഫാർമസി ആക്ട് ആണ് കേട്ടോ. നമ്മള് ഫാർമസി പഠിച്ചതാണ് അല്ലെ, മറ്റേ മൊഡ്യൂളിനകത്ത് പഠിച്ചപ്പോ നമ്മള് ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? അതിനകത്ത് നമ്മൾ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ, ഫാർമസിസ്റ്റുകളുടെ യോഗ്യതയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം യോഗ്യത ഉള്ളവരാണ് ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ അന്നേരം പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾ മാത്രമേ മരുന്ന് വിതരണം ചെയ്യാനായിട്ട് പാടുള്ളൂ. ആ യോഗ്യത വേണം. ഒന്നില്ലെങ്കിൽ ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ഉള്ളവരായിരിക്കണം കേട്ടോ. അങ്ങനെയാണ് നിയമപ്രകാരം പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. നിയമപ്രകാരം അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ഓക്കെ, ഇനി വർഷമൊന്നും ഇല്ലാത്ത ഒരു ആക്ട് നമുക്ക് പഠിക്കാം. വർഷമൊന്നും ഇല്ല അതിനകത്ത് കേട്ടോ. ജസ്റ്റ് ഒരു ആക്ട് ആണ്, മനസ്സിലാക്കി വെക്കാം. ബർത്ത് ആൻഡ് ഡെത്ത്സ് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. അറിയാലോ, ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന നിയമം നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. വിവാഹ രജിസ്റ്റർ ചെയ്യും, മരണ രജിസ്റ്റർ ചെയ്യും, ജനന രജിസ്റ്റർ ചെയ്യും, എല്ലാം ചെയ്യും അല്ലെ. എന്താണ് അവിടെ നടക്കുന്നത്? ഇറ്റ് ഫോർമുലേറ്റ് അടുത്തത് എന്താണ്? ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽസ് കൺസേണിങ്. പനിയില്ല, ജലദോഷം വന്നിട്ടുണ്ട്, പനിയൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോ പനി ആയിരിക്കും. ഓക്കെ, സുഖമില്ലായ്മ ഒന്നുമില്ല, ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്, തലവേദന ഉണ്ട് കുറച്ച്. പിന്നെ ഈ പറയുന്ന പോലെ മൂക്കിനൊക്കെ ഒരു കിരികിരിപ്പ് പോലെ, എന്താ പറയാ, ജലദോഷമൊക്കെ വരാൻ പോകുന്നൊരു അവസ്ഥയില്. കാലാവസ്ഥയുടെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഡോക്ടറെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും. ഈ പറയുന്ന മഞ്ഞൊക്കെ ഇറങ്ങുന്ന സമയമാണ്. പിന്നെ എന്റെ വീട് ഇരിക്കുന്ന ഒരു പാടത്തിനോട് ചേർന്നാണ്, അറിയാലോ. അപ്പൊ പാടത്ത് ഭയങ്കര മഞ്ഞായിരിക്കും. ഏകദേശം ഈ പറഞ്ഞ രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂന്നാറൊക്കെ കാണുന്ന പോലെ ഒരു ഫീലിംഗ്. അതുപോലത്തെ മഞ്ഞാണ്. ശരിക്കും അവിടെ പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, വിടും. അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം.
ഓക്കെ 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 ജസ്വിനി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽസ് കൺസേണിങ് ഇൻഫോമിംഗ് ബർത്ത് ആൻഡ് ഡെത്ത്സ് ഇൻ ഹോസ്പിറ്റൽസ്. അതായത് നമ്മുടെ ജനനം, മരണം അതൊക്കെ അറിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ആക്ട് ആണ് കേട്ടോ അത്. ബർത്ത് ആൻഡ് ഡെത്ത്സ് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞാല് ജനനം, മരണം എന്നിവ അറിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ആക്ട് ആണ് കേട്ടോ അത്. കാര്യം നമ്മൾക്ക് അറിയാലോ, ഹോസ്പിറ്റലിൽ ഇപ്പൊ എല്ലാം ജനനം നടക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ, വീട്ടിലൊന്നും ഇപ്പൊ ആരും പ്രസവിക്കാറൊന്നുമില്ലല്ലോ, എല്ലാം ഹോസ്പിറ്റലിൽ തന്നെ. ഇപ്പൊ കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ജനനം രജിസ്റ്റർ ചെയ്യണം, അതുപോലെ തന്നെ മരണം രജിസ്റ്റർ ചെയ്യണം, വിവാഹവും രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണ് നമ്മൾ. ഓക്കെ, പിന്നെന്താണ് ഇത്? ഏതാ ചാപ്റ്റർ എന്നാണ് ഇപ്പോഴാണോ ചാപ്റ്റർ ഒക്കെ ചോദിച്ചു തരണേ? ഇത് ചാപ്റ്റർ ഏതാണ്? 5th അല്ലേ? ചാപ്റ്റർ 5. നിങ്ങളുടെ എത്രയാ? 38. 38ആണോ നിങ്ങളുടെ? ഓക്കെ ഓക്കെ. അടുത്തതാണ് നോക്കൂ, ഇവിടെ പറയുന്നത് ദേ ഷുഡ് ബി നോട്ടീസ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, എന്ത് പറ്റി ഫർമിന് ഹോസ്പിറ്റലില്? എന്ത് പറ്റി? എന്തിന് പ്രോബ്ലം ഉണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ ഫർമീൻ, ചുമ്മാ പറഞ്ഞാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടാ. കാലിന് ഫ്രാക്ചർ ആയ പറ്റി? വീണ? ഓക്കെ ഓക്കെ, ഓക്കെ, ശ്രദ്ധിക്കട്ടെ ഫർമീൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാട്ടോ. They should be notified immediately to the local municipal authority and registrar's office. They should be noticed immediately to the local municipal authority and registrar's office. അപ്പൊ നമ്മളിപ്പോ ജനനമായാലും മരണമായാലും നമ്മൾ വിവാഹമായാൽ കൂടിയും അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രാദേശിക മുനിസിപ്പൽ അതോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസുമായിട്ട് അറിയിക്കണം കേട്ടോ. ജനനമായാലും മരണമായാലും വിവാഹമായാലും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അതിനൊന്നും എന്തുണ്ടാവില്ല? നിയമസാധുത ഉണ്ടാവില്ല കേട്ടോ. ഇത്രയും ആക്ടുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റീകളക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്ക് പോവാം. നിങ്ങൾക്കിത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണ് 1947 കേട്ടോ. അത് ഇൻഡസ്ട്രിയുടെ കീഴിലാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കാം. പിന്നെ ആ എണ്ണമൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഒരു ഏകദേശം ഒരു 10 നിയമങ്ങൾ ഇനി ഉണ്ട് കേട്ടോ. ലോക്കുകൾ വേറെ വരുന്നുണ്ട്, അത് പക്ഷേ ഇടയ്ക്കും കറക്റ്റ് ആയിട്ട് വരുന്ന ആക്ട് ആണ്. അത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഇവിടെ വരുന്ന ഒരു സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, അത് പിന്നെ നമുക്ക് അല്ലാണ്ട് പഠിച്ചു വെക്കാം, കുഴപ്പമില്ല. പിന്നെ ഇതെന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു 10 നിയമങ്ങളാണ് കേട്ടോ. ഈ 10 നിയമങ്ങളെ ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ് കേട്ടോ. അതായത് ഏറ്റവും ഫസ്റ്റ് നടന്നിരിക്കുന്നത് 33-ലാണ്. നിങ്ങൾക്ക് 33 ഉണ്ട്, 1933 ആക്ട് ഉണ്ട്, 36 ആക്ട് ഉണ്ട്, 47 ആക്ട് വരുന്നുണ്ട്, 48 വരുന്നുണ്ട്, 52 വരുന്നുണ്ട്, 65 വരുന്നുണ്ട്, 72 വരുന്നുണ്ട്. എന്നീ നോക്കിയാൽ കാണാം ഒരു 10 ലോയാണ് കേട്ടോ അതിനകത്ത് വരുന്നത്. ഈ 10 ലോയില് നിങ്ങൾ ആദ്യം ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ ഒന്ന് ഓർക്കുക, ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഏറ്റവും ഫസ്റ്റ് നടന്നിരിക്കുന്ന 1933-ലാണ്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. അത് കഴിഞ്ഞൊരു 3 വർഷങ്ങൾക്ക് ഇപ്പുറം 1936-ലാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വന്നിരിക്കുന്നത്. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് മണ്ടത്തരം ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. വെറുതെ ഒന്ന് ഒരുപാട് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അങ്ങോട്ട് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ഇല്ലേ 1933, നിങ്ങൾ വെറുതെ വിചാരിക്കാട്ടോ. ഇതൊന്നും ഇതാക്കി കണക്കാക്കട്ടെ, പഠിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. 1933 മെഡിസിൻ തുടങ്ങിയെന്ന് വിചാരിച്ചാൽ മതി. 1933 മെഡിസിൻ തുടങ്ങിയെന്ന് വിചാരിക്കാം. ആ മെഡിസിനിൽ ചേരാനായിട്ട് നമ്മളൊരു 3 വർഷം കഴിഞ്ഞപ്പോ പേയ്മെന്റ് കൊടുത്തു എന്ന് വിചാരിക്കാം. മനസ്സിലായോ? ഒരു മെഡിസിൻ തുടങ്ങി 1933 മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ മെഡിസിനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? 3 വർഷം കഴിഞ്ഞപ്പോ, അപ്പൊ തന്നെ നമുക്ക് ചേരാൻ പറ്റില്ല, ഒരു 3 വർഷം കഴിഞ്ഞപ്പോ നമ്മൾ ആ മെഡിസിന് ചേരാൻ വേണ്ടിയിട്ട് പേയ്മെന്റ് കൊടുക്കുകയാണ്. അങ്ങനെ ഒന്ന് ചിന്തിക്കാം, ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ഇനി നിങ്ങളൊന്ന് ഓർത്തെ, 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് വന്നു. ഓക്കെ, മെഡിസിൻ വന്നു എന്ന് ഓർക്കാം.
അതിൽ ചേരാൻ ഞാൻ പേയ്മെന്റ് കൊടുക്കുകയാണ്. എപ്പോ? ഒരു 3 വർഷം കഴിഞ്ഞപ്പോ 1936 പേയ്മെന്റ് വേജസ് ആക്ട് കേട്ടോ, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. മനസ്സിലായോ? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് പറയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്ന് പറയുമ്പോൾ മെഡിസിൻ തുടങ്ങി 1933 മെഡിസിൻ തുടങ്ങി. ഓക്കെ, അത് കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞ് 1936 ആയി കഴിഞ്ഞപ്പോ ആ മെഡിസിനിൽ ചേരാനായിട്ട് ഞാനൊരു പേയ്മെന്റ് കൊടുത്തു അങ്ങനെ വിചാരിക്കാം. അപ്പൊ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 കഴിഞ്ഞു, അതവിടെ മാറ്റി വെച്ചു കേട്ടോ. അപ്പൊ 33, 36 ഉറപ്പായല്ലോ. 33 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, 36 എന്താണ്? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. ഓക്കെ, അതവിടെ വെച്ചോ കേട്ടോ, അതങ്ങനെ മനസ്സിലാക്കി വെച്ചോ. ഓർക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് 47 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണല്ലോ, അങ്ങനെ ഓർക്കാം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്. ജസ്റ്റ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അറിയാലോ. 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുറെ സംഘർഷങ്ങളൊക്കെ നിലനിന്നിരുന്നു അല്ലെ. പിന്നീട് അതിനുശേഷമാണ് നമുക്ക് ഭരണഘടനയൊക്കെ വന്നപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ വന്നത്. അത് മനസ്സിൽ വിചാരിക്കാം കേട്ടോ. അപ്പൊ 1947 അത്യാവശ്യം സംഘർഷമായിട്ടുള്ള ഒരു സമയത്ത് ഇരിക്കാന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സമയത്ത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്, അതായത് നഴ്സുമാരുടെ ഇടയിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായെന്ന് വിചാരിക്കാം. മൊത്തത്തിൽ രാജ്യത്ത് തർക്കങ്ങൾ നടക്കുകയാണ്. അക്കൂട്ടത്തിൽ 1947 നഴ്സുമാരുടെ ഒരു ഡിസ്പ്യൂട്ട് നടക്കുക. ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? തർക്കങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നഴ്സുമാർക്കിടയിൽ ഒരു തർക്കങ്ങൾ നടന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അതിന് 2 ലോ നിങ്ങൾ ഓർക്കുക. 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് കേട്ടോ. അതോടൊപ്പം തന്നെ എന്താണ്? ഇതായിരുന്നു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. 2 നിയമങ്ങളാണ് കേട്ടോ. 1947 നമ്മുടെ രാജ്യത്ത് സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് അന്ന് നഴ്സുമാരുടെ ഇടയിൽ ഒരു വലിയ തർക്കം നടന്നു എന്ന് നിങ്ങൾ ആലോചിക്കാം. അപ്പൊ 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും അതുപോലെ തന്നെ എന്താണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. ഡിസ്പ്യൂട്ടിന്റെ അർത്ഥം അറിയണം കേട്ടോ. ഡിസ്പ്യൂട്ട് തർക്കമാണ്, ഇവരുടെ ഇടയിൽ തർക്കം നടന്നു എന്ന് ഓർത്താൽ മതി. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്താണ്? 1947. മനസ്സിലായോ? അപ്പൊ 1933 മെഡിസിൻ തുടങ്ങി. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 3 വർഷം കഴിഞ്ഞപ്പോ 36 ആയി കഴിഞ്ഞപ്പോ അതിൽ ചേരാൻ പേയ്മെന്റ് കൊടുത്തു. അപ്പൊ പേയ്മെന്റ് ഓഫ് എന്തോന്നാണ്? വേജസ് ആക്ട്. ഓക്കെ, അങ്ങനെ ഓർക്കാം. ഇനി 47 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി നടക്കുന്ന സമയത്ത് നഴ്സുമാരുടെ ഇടയിൽ ഒരു വലിയ തർക്കം നടന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാം. അപ്പൊ 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. ഓക്കെ, പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ അല്ലാതെ ഓർക്കണം കേട്ടോ. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് വലിയ ബുദ്ധിമുട്ടില്ല പഠിക്കാനായിട്ട്, ഈസിയാണ് കേട്ടോ. അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അങ്ങനെ നഴ്സുമാരുടെ തർക്കം നടന്നു. 1947 തർക്കം നടന്നു. അങ്ങനെ തർക്കമൊക്കെ നടന്നിട്ട് അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി. ഏത് വർഷം? പിറ്റത്തെ വർഷം 1948 അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താണ്. എന്തൊക്കെ പരിഹാരം അതിൽ നിന്ന് നമുക്ക് കിട്ടിയെന്ന് അറിയാമോ? 1948 നമുക്ക് മിനിമം വേജ് കിട്ടിയെന്ന് വിചാരിക്കും. ഈ തർക്കങ്ങൾക്കൊടുവില് നമുക്ക് കുറച്ച് വേതനം തരാമെന്നുള്ളൊരു ആനുകൂല്യം കിട്ടി. അപ്പൊ മിനിമം വേജ് കിട്ടി നമുക്ക്. പിന്നെ എന്താണ്? ഫാർമസി കിട്ടി. ഫാർമസി എന്ന് വെച്ചാൽ സൗജന്യമായിട്ട് മരുന്ന് കിട്ടും എന്ന് വിചാരിക്കുക. അപ്പൊ അത് ചിന്തിക്കാട്ടോ. അപ്പൊ നമുക്ക് ഓർക്കാം ഫാർമസി ആക്ട്. ഓക്കെ, പിന്നെന്താണ്? ഇൻഷുറൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. ഇത് 3 നടന്നേക്കുന്നത് 1948. മനസ്സിലായല്ലോ? അപ്പൊ 1948 എന്തൊക്കെ കിട്ടി? ഈ തർക്കത്തിനൊടുവില് പിറ്റത്തെ വർഷം നമുക്ക് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കാം. പരിഹാരം എന്നോണം എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടിയെന്ന്? നമുക്ക് സൗജന്യ മരുന്ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കാം. ഫാർമസിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അപ്പൊ ഫാർമസി ആക്ട് 1948. പിന്നെ എന്ത് കിട്ടി? മിനിമം വേജ് തരാന്നേ, അതായത് മിനിമം വേതനമെങ്കിലും തരാന്ന് ഓർത്തു, അങ്ങനെ വിചാരിക്കാം. അപ്പൊ മിനിമം വേജസ് ആക്ട് 1948. ഒപ്പം നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസും കിട്ടി. ഇൻഷുറൻസും തരാന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. അപ്പൊ 48 3 കാര്യങ്ങളും നടന്നേ. ഒന്ന് ഫാർമസി ആക്ട് കിട്ടി, പിന്നെ എന്തായിരുന്നു? മിനിമം വേജസ് ആക്ട്, പിന്നെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. 3 നടന്നിരിക്കുന്നത് 1948. കിട്ടിയാ? അപ്പൊ ഒന്നുകൂടെ പറയാണ്, 33 മെഡിസിൻ തുടങ്ങി. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ഓക്കെ, അതിൽ ചേരാൻ 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ചേരാനായിട്ട് പേയ്മെന്റ് കൊടുത്തു. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. ഓക്കെ, അതവിടെ മാറ്റി വെച്ചു. 47 നമ്മുടെ രാജ്യത്ത് സംഘർഷം നടക്കുന്ന സമയത്ത് നഴ്സുമാരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായി. 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടും. ഓക്കെ, ഇങ്ങനെ തർക്കം നടന്നപ്പോ പിറ്റത്തെ വർഷമായി കഴിഞ്ഞപ്പോ നമുക്ക് അതിനൊരു ആനുകൂല്യങ്ങൾ തരികയാണ്. ഈ ഒരു തർക്കത്തിന് ഒരു പരിഹാരം എന്നോണം എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടി? ഒന്ന് ഫാർമസി ആക്ട്, സൗജന്യമായിട്ട് മരുന്ന് കിട്ടി നോക്കാം. അപ്പൊ ഫാർമസി ആക്ട് 1948. പിന്നെ എന്ത് കിട്ടി? മിനിമം വേതനം തരാന്നേറ്റു. അപ്പൊ മിനിമം വേജസ് ആക്ട് 1948.
ഒപ്പം എന്താണ് മിനിമം വേതനത്തിനോടൊപ്പം നിങ്ങൾക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് തരാമെന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 3 ആനുകൂല്യങ്ങൾ കിട്ടി 1948. ഓക്കെ, ഇനി ബാക്കി നിങ്ങൾ ഓർക്കണം. എങ്ങനെ ഓർക്കണം എന്നറിയാമോ? 52 PF കിട്ടി, 65 ബോണസും കിട്ടി, 72 ആയി കഴിഞ്ഞപ്പോ ഗ്രാറ്റുവിറ്റിയും കിട്ടി. 72 ആയപ്പോ ഏകദേശം മരിക്കാറായി വിചാരിച്ചാൽ അപ്പൊ ഗ്രാറ്റുവിറ്റി കിട്ടിയവർക്ക് ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. വേറെ ഒന്നും വിചാരിക്കല്ലേ. 52 PF കിട്ടി. 52 എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് സർവീസിൽ നിന്നൊക്കെ ഇറങ്ങാറുള്ള ഒരു PF എടുത്തു എന്ന് വിചാരിക്കാം. 56 വയസ്സിലാണ് റിട്ടയർ ആവണേ. അപ്പൊ അതിന് മുമ്പ് പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോ 52 വയസ്സിൽ PF എടുത്തു. 65 വയസ്സിൽ കുറച്ച് ബോണസ് കിട്ടി. 72 വയസ്സിൽ മരിക്കാറായപ്പോ ഒരു പാരിതോഷികം എന്നോണം ഗ്രാറ്റുവിറ്റിയും കിട്ടി നോക്കാം. 52 PF എടുത്തു, ഓക്കെ. 65 ബോണസ് കിട്ടി, 72 ഗ്രാറ്റുവിറ്റിയും കിട്ടി. നമ്മൾ മരിക്കാൻ പോവാന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയല്ല, ഒരു പാരിതോഷികമാണ്. അപ്പൊ അങ്ങനെ ഓർക്കാം. അപ്പൊ എന്താണ് 1952 എന്ത് കിട്ടി നമുക്ക്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. 65 പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. 72 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. 10 ലോ കിട്ടിയാൽ നിങ്ങൾക്ക് എന്നോട് പറയാണ്. 1933 മെഡിസിൻ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ആ തുടങ്ങിയ മെഡിസിൻ 33 തുടങ്ങിയ മെഡിസിനിൽ ചേരാനായിട്ട് ഒരു 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോ 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് പേയ്മെന്റ് കൊടുത്തു. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് അവിടെ വെച്ചേക്കാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഭയങ്കര സംഘർഷം നടക്കുന്ന സമയത്ത് നഴ്സുമാരുടെ ഇടയിൽ ഒരു തർക്കം നടന്നു. എല്ലാവരും സംഘർഷമാണ്, നഴ്സുമാരുടെ ഇടയിലും ഒരു തർക്കം നടന്നു വിചാരിക്കാം. 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. ഓക്കെ, ആ ഒരു തർക്കം നടന്നതിന് ഒരു പരിഹാരം എന്നോണം പിറ്റത്തെ വർഷം 1948 3 ആനുകൂല്യങ്ങൾ നമുക്ക് ഇട്ടുതരാണ്. എന്തൊക്കെയൊന്ന് സൗജന്യ മരുന്ന് തരാമെന്ന് പറയാണ്. അപ്പൊ എന്താണ് ഫാർമസി ആക്ട് 1948. പിന്നെ എന്ത് പറയും? മിനിമം വേതനം തരാന്ന് ഏറ്റു. മിനിമം വേജസ് ആക്ട് 1948. ഒപ്പം എന്താണ്? ഒരു ഇൻഷുറൻസും നിങ്ങൾക്ക് തരാന്ന് ഏറ്റു. അപ്പൊ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. പിന്നെ അങ്ങനെയൊക്കെ കടന്ന് ഏകദേശം ഒക്കെ മുന്നോട്ട് പോയി 52 ആയി കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി? PF എടുത്തു. 65 വയസ്സിൽ ബോണസും കിട്ടി. 72 വയസ്സിൽ നമ്മൾ ഏകദേശം ഡെത്തിനോട് അടുക്കുന്ന സമയത്ത് ഗ്രാറ്റുവിറ്റിയും കിട്ടി. 52 എന്താണ്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. 65 ബോണസ് ആക്ട്. 72 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ക്ലിയർ ആയോ? അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. എണ്ണം ഓർത്ത് വെക്കണം. തർക്കം നടക്കണമെങ്കിൽ ഒരു 50 പേരെങ്കിലും ഉണ്ടാകുന്ന വിചാരിച്ചു കഴിഞ്ഞാല് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൽ 50 ജീവനക്കാരിൽ കൂടുതൽ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ എന്താ പറഞ്ഞു നമ്മളത് SPF കൊടുക്കണമെങ്കിൽ 20 ജീവനക്കാരിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. ബോണസ് കൊടുക്കണമെങ്കിൽ 40 കൂടുതൽ ഉണ്ടായിരിക്കണം. ഗ്രാറ്റുവിറ്റി കൊടുക്കണമെങ്കിൽ 10 കൂടുതൽ ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചാരിറ്റബിൾ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റലിനെ ഏതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്? ബോണസ് ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ശരി, ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ഉണ്ട് കേട്ടോ. ടൈമായി. ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. ഓക്കെ ആണോ? ലോ ഓഫ് തോട്ട്സ് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ മാർട്ടീൻ. ഞാൻ ഇന്നിപ്പോ അത് എടുക്കാൻ സമയമില്ലല്ലോ. അടുത്ത നഴ്സിംഗ് കൗൺസിൽ ആക്ട് ഒന്ന് പറയോ? ഏതാണ്? നഴ്സിംഗ് കൗൺസിൽ ആക്ട് ആണോ? നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 പറഞ്ഞ വേറൊന്നുമല്ല, നമ്മുടെ നഴ്സുമാരുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ എന്താണ് അവരുടെ ആവശ്യകതകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആക്ട് ആണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഓക്കെ, നഴ്സുമാരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ രജിസ്ട്രേഷൻ, അവരുടെ മറ്റ് ആവശ്യകതകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് കേട്ടോ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. ഓക്കെ, ശരിയിട്ട് നിങ്ങൾ ഊണ് കഴിക്കുന്ന നമുക്ക് മൺഡേ കാണാം കേട്ടോ. ഹെയർ കളർ ചെയ്തിട്ടുണ്ടോ? ഹെയർ കളർ അല്ല ചെയ്തേക്കുന്നത്, ഞാൻ ഹെന്നയാണ് ചെയ്തേക്കുന്നത്. മാം പിന്നെ എക്സാം കഴിഞ്ഞ ശേഷം മാം ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കുന്നത്? അല്ലല്ലോ, ഞാൻ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഫസ്റ്റ് എടുത്തത് പബ്ലിക് റിലേഷൻസ് കേട്ടോ. ഏത് ചാപ്റ്റർ അത്? ഇതിലാ 37, നിങ്ങളുടെ 37 കേട്ടോ. മൊഡ്യൂൾ 3 പബ്ലിക് റിലേഷൻസ് എടുത്തിട്ടുണ്ട് മിസ്. ഓക്കെ ഓക്കെ. പിന്നെ ഞാന് ഇതല്ല ചെയ്യണ, ഹെയർ കളർ അല്ല ചെയ്തത്, ബർഗണ്ടി കളർ ഹെന്ന ഉണ്ടല്ലോ അതാണ് ചെയ്തത്. ബർഗണ്ടി മുടി നരച്ചുണ്ട്. അപ്പൊ നരച്ച മുടി ബർഗണ്ടി ഹെന്ന ചെയ്യുന്ന ആ കളറോ. ഓക്കെ, അല്ലാണ്ട് ഹെയർ കളർ ഒന്നും ഞാൻ ചെയ്തില്ല കേട്ടോ.
ഹെയർ കളറിലും കോപ്പർ റെഡ് കളർ പോലെ തോന്നി, അതാ ഞാൻ ചോദിച്ചത്. ബർഗണ്ടി ഹെന. പിന്നെ അതിനകത്ത് കുറച്ച് ബീട്രൂട്ട് ഒക്കെ പിഴിഞ്ഞു വെച്ചാൽ കുറച്ചും കൂടെ കളർ കിട്ടും. ഓക്കെ കളർ കിട്ടും. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. താങ്ക് യു.